പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിനെതിരെ സ്വാഭാവികമായ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. ഒരു മതവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു മതവിഭാഗത്തിനെതിരെയും ഇത്തരമൊരു കടന്നുകയറ്റം പാടില്ല എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ ആ എതിർപ്പ് ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആ കാലത്ത് നിയമസഭ ഏകണ്ഠമായി ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. അമുസ്ലിങ്ങളെ വകുപ്പോട് നിയമിക്കണം എന്ന തരത്തിലുള്ള നിയമ ഭേദഗതി അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുകയല്ല അന്ന് കേരളത്തിലെ LDF സർക്കാർ ചെയ്തു. അതിനെതിരെ ആകാവുന്ന എല്ലാ പോരാട്ടങ്ങളും നടത്തും. അതിൽ ഒരു പ്രശ്നം വരുന്നത് വകുപ്പോടിൻ്റെ ഘടന പുനഃസംഘടനയുടെ പ്രശ്നം വന്നു. ആ ഘട്ടത്തിൽ ഈ പറയുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയല്ല LDF സർക്കാർ നടത്തിയത്. 2 സീറ്റ് ഒഴിച്ചിട്ടു. കാരണം നിയമം പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ആ 2 പേരെ അമുസ്ലിങ്ങളായവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിച്ചാൽ BJPയുടെ നിലപാട് അംഗീകരിക്കലായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ ഭേദഗതി അംഗീകരിക്കലായി. പക്ഷേ ആ നിയമ ഭേദഗതി വന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നിയമസഭ ഏകണ്ഠമായ നിലപാടെടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ 2 സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടുള്ള പുനഃസംഘടന നടത്തിയത്. ഇത് 2026 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ പുതിയ നിയമവുമായി യോജിച്ചു പോകുന്ന നിലപാടല്ല LDF സർക്കാർ സ്വീകരിച്ചു. യോജിച്ചു പോവുകയായിരുന്നുവെങ്കിൽ അമുസ്ലിങ്ങളെ കൂടി അംഗങ്ങളായി നിയമിക്കണമായിരുന്നു. അത് LDFന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല കേവലമായ ഇത്തരത്തിലൊരു പുനഃസംഘടന മാത്രമല്ല നടത്തിയത്. ഈ പാസാക്കിയ നിയമത്തിനെതിരെ നീങ്ങാൻ സർക്കാർ തലത്തിലാകാവുന്നത് എന്താണ്? നിയമപരമായി അതിൻ്റെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ടാണ് അതിനെതിരായ നിയമ പോരാട്ടം സർക്കാർ ഏറ്റെടുത്തത്. ഇതെല്ലാമാണ് വസ്തുതകൾ. ആ വസ്തുതകൾക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയാണ്. പാർലമെന്റിലെ വഖഫ് ഭേദഗതി ബില്ല് പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഇടതുപക്ഷ എംപിമാര് ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു. അന്ന്
കോൺഗ്രസ് എംപിമാരും ഈ നിലപാടിനോട് യോജിക്കുകയുണ്ടായി. നിയമസഭയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിലായാലും പുറത്തായാലും അന്ന് UDF ഈ നിലപാടിനോടൊപ്പം നിന്നിരുന്നു. പക്ഷേ ഭരണമാറ്റത്തിന് ശേഷം അന്ന് പറഞ്ഞ അതേ നിലപാട് ഞാൻ ആവർത്തിച്ചപ്പോൾ എന്നെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. മുസ്ലിം ഇതര അംഗങ്ങൾ വഖഫ് വേണ്ട എന്ന നിലപാട് ആവർത്തിക്കുന്ന എല്ലാവരും വർഗീയവാദികളാണോ? അങ്ങനെയാണോ കേരള മുഖ്യമന്ത്രി കാണുന്നത്? അതാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? UDF വഖഫ് വിഷയത്തിൽ കൃത്യമായ മലക്കം മറിച്ച് നടത്തിയിരിക്കുന്നു. അത് ചോദ്യം ചെയ്താൽ അത് വർഗീയവാദമാകും, ന്യൂനപക്ഷ പീഡനമാകും. അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിന്റെ നാവ് കടമെടുത്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് എന്ന് പറയേണ്ടതായി വരും. വഖഫ് നിയമത്തിനെതിരായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശങ്കകളെ വർഗീയതയാണ് എന്ന് അധിക്ഷേപിക്കുന്നത് കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയമാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ സെക്ഷൻ 14 പ്രകാരം ബോർഡിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യതയാണ് അന്ന് LDF സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. സെക്ഷൻ 14 ഉപസെക്ഷൻ 1 ക്ലോസ് C പ്രകാരമുള്ള 4 അംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള 7 അംഗങ്ങളും അമുസ്ലിങ്ങളാകാനുള്ള സാധ്യതയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം വഴി തുറക്കുന്നത്. ഇക്കാര്യമാണ് LDF സർക്കാർ സുപ്രീം കോടതി നൽകിയ ഇന്റർവെൻഷൻ ഹർജിയിൽ വ്യക്തമാക്കിയത്. ഈ കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതാണ്, UDF-ലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗുമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. ഇതേ നിലപാട് തന്നെയല്ലേ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ആ ലീഗിന്റെ പ്രതിനിധി വഖഫ് വകുപ്പ് മന്ത്രിയാണിപ്പോൾ. പക്ഷേ അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥ അടങ്ങുന്ന സെക്ഷൻ 14 പൂർണ്ണമായി നടപ്പാക്കുമെന്ന നിലപാട് കോടതിയിൽ ഇപ്പോൾ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. കോടതി ഉത്തരവിന്റെയോ നിർദ്ദേശങ്ങളുടെയോ അടിസ്ഥാനത്തിൽ 14-ാം വകുപ്പ് പൂർണ്ണമായും നടപ്പാക്കിക്കൊള്ളണമെന്ന് പറയാൻ സംസ്ഥാന സർക്കാർ നിർബന്ധമായതല്ല. കാരണം നിയമപോരാട്ടം അവസാനിച്ചിട്ടില്ല. നിയമപോരാട്ടം അവസാനിച്ച് സുപ്രീം കോടതിയും നിലപാടെടുത്ത് മറ്റൊരു വഴിയുമില്ല എന്ന സാഹചര്യം വന്നപ്പോഴല്ല, അങ്ങനെ നിർബന്ധിതമായ ഒരു സാഹചര്യവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. സ്വമേധയ അഡ്വക്കേറ്റ് ജനറലിനെ തന്നെ കോടതിയിൽ ഹാജരാകാൻ നിയോഗിച്ച് അങ്ങോട്ട് കയറി സമ്മതിക്കുക. ഏതെങ്കിലും നിർബന്ധമായ സാഹചര്യമല്ല, ഞങ്ങളിത് ചെയ്തു കൊള്ളാം എന്ന്
അങ്ങോട്ട് കയറി സമ്മതിക്കുകയാണ്. അതനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റാണ് കോടതിയിൽ സമർപ്പിച്ചത്. സ്വമേധയാ വരുത്തിയ ഈ നയമാറ്റം സംഘപരിവാർ അജണ്ടയ്ക്ക് അനുകൂലമായ വ്യക്തമായ ചുവടുമാറ്റമാണ്. ഇതിന് മറുപടി പറയാണ് വേണ്ടത്. ആ മറുപടി പറയാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയത പ്രചരിപ്പിക്കുന്നവരായി ചാപ്പകുത്തുന്നതാണോ ശരി? അമുസ്ലിങ്ങളെ വഖഫ് ഉൾപ്പെടുത്തുന്നതിനെതിരെ എതിരായ നിലപാടാണ് നിയമസഭയിലായാലും സുപ്രീം കോടതിയിലായാലും LDF സ്വീകരിച്ചു. അന്ന് UDF അതിനോട് യോജിച്ചു. എന്നാൽ അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ UDF സർക്കാരാണ് നിലപാട് മാറ്റിയത്. ഇത് സംബന്ധിച്ച് സർക്കാർ 2026 ജൂലൈ 14 ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. അതില് തർക്ക വിഷയമായ മുഖ്യമന്ത്രി VD സതീശന് നേരെ വിമർശനം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. പിണറായി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.